എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു വോയിസ് ഓവറോട് കൂടെയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുക. ലോകത്തെ എല്ലാവരും ഈക്വൽ ആണോ? എല്ലാവർക്കും ഈക്വൽ റെസ്പെക്ട്, ഈക്വൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്, ഈക്വൽ സ്റ്റാറ്റസ് സ്റ്റേറ്റ്, ഇതെല്ലാം ഈക്വൽ ആയിരിക്കുമോ? ആക്ച്വലി ഇതൊന്നും ഈക്വൽ അല്ല. ജീവിതം എന്ന ഡ്രാമയിൽ എല്ലാവരും ഓരോ വേഷങ്ങൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ ഒരു വോയിസ് ഓവർ അത് നമ്മുടെ ഹീറോയുടെ ചിന്തയിൽ നിന്നുണ്ടാവുന്ന ഒരു വോയിസ് ഓവറാണ്. അവനിപ്പോ ബസ്സിൽ സ്കൂൾ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയസ്സായ ഒരു അമ്മൂമ്മ ഇപ്പൊ ആ ബസ്സിലേക്ക് കയറും. ഉടനെ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ആ ഗ്രാൻഡ്മയെ കണ്ട് ഒരുപാട് വിഷമം തോന്നും. അവൾ അടുത്തിരുന്ന ഒരു നീണ്ട മുടിക്കാരൻ അവനോട് പ്ലീസ് ദയവ് ചെയ്ത് നീ നിന്റെ സീറ്റ് ഈ ഗ്രാൻഡ്മയ്ക്ക് കൊടുക്കോ. അവനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും എന്റെ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരിക്കും. ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പോഴേക്കും ഏതോ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ആ ഗ്രാൻഡ്മയ്ക്ക് സീറ്റ് കൊടുക്കുകയാണ്. ആ സമയം കഴിയുമ്പോഴേക്കും ബസ് കറക്റ്റായിട്ട് സ്കൂളിന്റെ മുൻപിലെത്തും. സ്റ്റുഡൻസ് എല്ലാവരും സ്കൂളിലേക്ക് ഇറങ്ങും. ആക്ച്വലി ഈ ഒരു സ്കൂള് അവരുടെ നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്കൂളാണ്. VIP ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ, പൊളിറ്റീഷ്യൻസിന്റെ, അങ്ങനെയുള്ളവരുടെ മക്കളാണ് അവിടെ പഠിക്കുന്നത്. ഹീറോ ഉടനെ അവിടേക്ക് നടന്നു വരുന്നത് കണ്ട ഒരു പെൺകുട്ടി, അവളാണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. നീ എന്തിനാ ബസ്സിൽ നിന്ന് എന്നെ തന്നെ തുറച്ചു നോക്കിയേ? അതിന് ഹീറോ പറയും, നീ ആ ഗ്രാൻഡ്മയ്ക്ക് സീറ്റ് കൊടുക്കുവോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത്. അതിന് അവൾ പറയും, എനിക്ക് ഇത്തരത്തിലുള്ള ചീപ്പ് ചാരിറ്റിയിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇന്ന് ആ സ്കൂളിലെ ഫ്രഷേഴ്സ് ഡേ ആണ്. അതായത് പുതുതായിട്ട് സ്കൂളിലേക്ക് ജോയിൻ ചെയ്ത കുട്ടികളെ സ്വീകരിക്കുന്ന ദിവസം. ഹാളിലാണെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മീറ്റിംഗ് നടക്കുകയാണ്. സ്കൂൾ ലീഡർ അവരെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഹീറോ ആണെങ്കിൽ അവന്റെ പുതിയ ക്ലാസ്സിലേക്ക് വരും. അവൻ ചുറ്റും നോക്കും. അവന്റെ തൊട്ടടുത്താണ് അവൻ മുൻപ് കണ്ട ആ ഒരു പെൺകുട്ടി ഇരിക്കുന്നത്. ഈ ചുന്ദരി പെണ്ണ് മറ്റാരുമല്ല, ഇവളാണ് ഈ സീരീസിലെ ഹീറോയിൻ. ഹീറോയ്ക്കാണെങ്കിൽ അവളെ കുറച്ച് ഇഷ്ടമാവും. അങ്ങനെ എല്ലാവരും പരസ്പരം സംസാരിച്ചും ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിൽക്കും. ഉടനെ ഒരു പയ്യൻ എഴുന്നേറ്റ് എന്ന് പറയും, ഞാനാണ് ഹൊർഗിറ്റ, ഈ ക്ലാസ്സിലെ നിങ്ങളുടെ പുതിയൊരു ഫ്രണ്ടാണ് ഞാൻ. ഈ സമയം നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാനും പരിചയപ്പെടുത്താനും വിനിയോഗിക്കാമെന്ന് പറഞ്ഞ് അവർ വീണ്ടും പരസ്പരം പരിചയപ്പെടും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പൊ ക്ലാസ്സിന്റെ മുൻപിലേക്ക് വന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതിലൊരു പെൺകുട്ടി പറയും, എൻ്റെ പേര് ഗൗസീത്ത. നിങ്ങളെ എല്ലാവരെയും ഈ ക്ലാസ്സിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങളോട് എല്ലാവരോട് സംസാരിച്ച് നിങ്ങളെല്ലാവരും ഗുഡ് ഫ്രണ്ട്സ് ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുമ്പോഴും ഹീറോയ്ക്ക് അവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. ഞാൻ എങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? സ്റ്റൈലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അതോ കോമഡി ഒക്കെ പറഞ്ഞ് എല്ലാവരെയും കയ്യിലെടുക്കണോ? ഇങ്ങനെ അവൻ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കുമ്പോഴേക്കും എല്ലാവരും അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി അവസാനത്തെ ചാൻസ് അത് ഹീറോയ്ക്കാണ്. പേര് വിളിക്കും. അവൻ പേടിച്ച് ചാടി എഴുന്നേറ്റ് വളരെ സിമ്പിളായി അവന്റെ പേരും ഡീറ്റെയിൽസും പറഞ്ഞ് ബെഞ്ചിലിരിക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം. കാരണം അവന്റെ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോയി. ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും അവരുടെ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലേക്ക് വരിക. ഗുഡ് മോർണിംഗ്, ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഇനിയുള്ള വർഷക്കാലം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഗൈഡ് ലൈൻസും ഒക്കെ പറഞ്ഞു തരുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓരോ ബുക്സ് കൊടുക്കും. ടീച്ചറാണെങ്കിൽ വീണ്ടും ആ ബുക്ക് ചൂണ്ടിക്കാണിച്ച് പറയും, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ബുക്ക്. ഇതില് ഈ സ്കൂളിനെ കുറിച്ചുള്ള A to Z എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. മാത്രമല്ല നിങ്ങൾ എല്ലാവരും താമസിക്കേണ്ടത് ഈ സ്കൂളിനോട് ചേർന്നുള്ള സ്കൂളിന്റെ തന്നെ ഹോസ്റ്റൽ റൂമിലാണ്. നിങ്ങൾക്ക് പുറത്തുള്ള ലോകവുമായിട്ട് യാതൊരു കണക്ഷനും പാടില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. നിങ്ങൾക്ക് അതിനു മുൻപ് ഞാനൊരു സെൽഫോൺ തരാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു ഫോൺ കൊടുക്കും. അതിലെല്ലാവർക്കും 1,00,000 പോയിന്റ്സും. ആക്ച്വലി അത് പോയിന്റ്സ് അല്ല, അത് ക്യാഷ് ആണ്. അതുപയോഗിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് വേണമെങ്കിലും ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയും. ഈ 1,00,000 പോയിന്റ്സ് അത് നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ളതാണ്. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് പോയിന്റ്സ് കൂടിക്കൊണ്ടേയിരിക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഒരു മാസത്തേക്ക് ഒരു സ്റ്റുഡന്റിന് 1,00,000 പോയിന്റ്സോ? ഇത് ആക്ച്വലി സ്കൂളിന് വലിയ ലോസ് ഒക്കെ ഉണ്ടാക്കില്ലേ എന്ന് ചിന്തിച്ച് അവനാണെങ്കിൽ ഒരു ഷോപ്പിലേക്ക് വരും. അവിടെ വെച്ച് വീണ്ടും കോയിൻസിഡന്റലി അവൻ ഹീറോയെ കണ്ടുമുട്ടും. വീണ്ടും ഇപ്പൊ ഹീറോവിനെ കണ്ടുമുട്ടുകയാണ്. ഹീറോ ആണെങ്കിൽ അവളോട് നമ്മളിനി 3 വർഷം ഒരുമിച്ച് കാണേണ്ടവരല്ലേ? ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിന്റെ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവൻ എന്തൊക്കെയോ സംസാരിച്ച് അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഹീറോ അവനൊരു കാര്യം ശ്രദ്ധിക്കുക. ഹീറോയിനാണെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഹീറോ അവനാണെങ്കിൽ നല്ല ക്വാളിറ്റിയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില സാധനങ്ങൾ അവൾക്ക് സജസ്റ്റ് ചെയ്യും. നീ എന്തിനാ 1,00,000 പോയിന്റ് ഉണ്ടായിട്ടും ഇത്രയും ലോക്കൽ ആയിട്ടുള്ള ചീപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നേ? നല്ല ഐറ്റംസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. അതിന് അവളാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സെലക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് വീണ്ടും ലോ കോസ്റ്റുള്ള സാധനങ്ങൾ വാങ്ങിച്ചിടും. അതേസമയം മറ്റൊരു ഭാഗത്ത് ഹീറോയുടെ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡന്റിനെ മറ്റു ചില ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ്
എല്ലാവരും ചേർന്ന് റാക്ക് ചെയ്യാണ്. പക്ഷെ അവനാണെങ്കിൽ പ്രത്യേകിച്ച് കുലുക്കോ ഭാവവ്യത്യാസം ഒന്നുമില്ല. അവൻ അവരെ വെല്ലുവിളിക്കും. അവര് ചിരിച്ച് അവനെ കളിയാക്കി അവിടുന്ന് കടന്നു പോകും. അവനാണെങ്കിൽ ദേഷ്യത്തില് അവിടെയുള്ള സാധനങ്ങളൊക്കെ തള്ളിയിട്ട് കടന്നു പോകും. അത് കണ്ട ഹീറോ ആണെങ്കിൽ ആ സാധനങ്ങളെല്ലാം പെറുക്കി വെക്കുകയാണ്. നെക്സ്റ്റ് ഡേ വീണ്ടും സാധാരണ പോലെ സ്റ്റുഡൻസ് എല്ലാവരും ക്ലാസ്സിലേക്ക് വരും. ടീച്ചർ ആണെങ്കിൽ കാര്യമായിട്ട് ക്ലാസ് എടുക്കുകയാണ്. പക്ഷെ സ്റ്റുഡൻസ് ആരും ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധിക്കുന്നത് പോലും ഉണ്ടാവില്ല. ചിലരാണെങ്കിൽ ഫോണിലൊക്കെ തോണ്ടിയിരിക്കും. മറ്റു ചിലര് കൂർക്കം വലിച്ചുറങ്ങും. ചില കുട്ടികൾ പരസ്പരം കുശുകുശുക്കും. അങ്ങനെ എല്ലാവരും ആബ്സെന്റ് മൈൻഡിൽ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ടീച്ചർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ക്ലാസ് എടുത്ത് അത് ഫിനിഷ് ചെയ്ത് പുറത്തേക്ക് പോകും. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ദിസ് ഈസ് അൺബിലീവബിൾ. ആക്ച്വലി ഇതാണോ നമ്പർ 1 സ്കൂള്? ഇവിടുത്തെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും കണക്കാണെന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ ഹീറോയിനെ നോക്കും. അവള് മാത്രം നല്ല കുട്ടിയായിട്ടിരുന്ന് പഠിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ഒരു കോഫി കഴിക്കാൻ വിളിക്കും. പക്ഷെ അവൾക്കത് ഇഷ്ടാവില്ല. അവളില്ല എന്ന് തീർത്ത് പറയും. പക്ഷെ ഹീറോ ആണെങ്കിൽ അവളോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ്, ആ റെസ്റ്റോറന്റ് മുഴുവൻ ഗേൾസ് ആണ്. എനിക്ക് അവിടേക്ക് ഒറ്റയ്ക്ക് പോകാൻ വലിയ മടിയായതുകൊണ്ടാണ്. ദയവ് ചെയ്ത് എൻ്റെ കൂടെ വരണം. വേറെ വഴിയില്ലാതെ അവളും അതിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ മുൻപ് കാണിച്ച കുസിത്ത എന്ന് പേരുള്ള പെൺകുട്ടി, അവൾക്കാണെങ്കിൽ എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ ഇപ്പൊ ഹീറോയോട് പറയും, ഈ ക്ലാസ്സിലുള്ള എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ അവള് മാത്രം എന്നോട് സംസാരിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയോ? നിന്നോട് മാത്രമാണ് അവൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. അതിന് ഹീറോ ആണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ റെസ്റ്റോറന്റിലേക്ക് പോവാണ്, നീ അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീറോയും ഹീറോയിനും അവർ രണ്ടുപേരും റെസ്റ്റോറന്റിലേക്ക് വന്ന് കോഫി കുടിക്കാൻ തുടങ്ങും. ഉടനെ ഹൊസീത്ത അവള് കാഷ്വലായിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. ഹൊസീത്ത ആണെങ്കിൽ സിമ്പിളായിട്ട്, ഓ, നിങ്ങൾ രണ്ടുപേരും കോഫി കുടിക്കാൻ വന്നാണല്ലേ. അത് കേട്ട് ഹീറോയിൻ അവൾ ചാടി എഴുന്നേക്കും. അവൾ ഹീറോയോട് പറയും, നിനക്കിപ്പോ കമ്പനിക്ക് ആളെ കിട്ടിയില്ലേ, ഇനി എന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ പോകാനായിട്ട് തുടങ്ങും. അത് കേട്ട് ഒസീത്തോ ആണെങ്കിൽ, അയ്യോ ഇല്ല ഇല്ല, ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നും അല്ല, വളരെ ആക്സിഡന്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളെ കണ്ടതെന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ എല്ലാം പൊളിക്കും. ഹീറോയിനാണെങ്കിൽ കാര്യം പിടികിട്ടും. ഓ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഡ്രാമയായിരുന്നു ഇതല്ലേ. ആണെങ്കിൽ ഫുൾ കലിപ്പില് അവിടുന്ന് കടന്നു പോവാണ്. ഉടനെ ഇറ്റയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമാവും. ഐ എം സോറി, ഞാൻ കാരണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടെ ബ്രേക്ക് ആയല്ലേ. അതിന് ഹീറോ ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഇപ്പൊ നടക്കാനായിട്ട് തുടങ്ങും. ഉടനെ അവളാണെങ്കിൽ അവള് പരിചയപ്പെട്ട ഫ്രണ്ട്സിനെ എല്ലാം അവന് കാണിച്ചു കൊടുക്കും. അതിനുശേഷം ഹീറോയോട്, നിനക്ക് ഹീറോയിനെ ഇഷ്ടമാണോ, അവളും നീയും തമ്മിൽ സ്നേഹത്തിലാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അത് കേട്ട് അവൻ ചിരിക്കും. ഒരിക്കലുമില്ല, ആകപ്പാട് അവൾ എന്നോട് സംസാരിച്ചത് 2 തവണയാണെന്ന് പറഞ്ഞ് അവർ ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോ ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. കുട്ടികളെല്ലാവരും അവരുടെ പോയിന്റ്സ് തീർന്നു പോയെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങും. അതിന് ടീച്ചർ പറയും, നിങ്ങൾക്കാർക്കും ഈ മാസം പോയിന്റ്സ് ഉണ്ടാവില്ല, കാരണം നിങ്ങളുടെ പെർഫോമൻസ് അത് വളരെ വീക്കായിരുന്നു. ആക്ച്വലി ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ D റാങ്ക് തന്നിരിക്കുന്നത്. എന്റെ ക്ലാസ്സിൽ ഒരാൾ പോലും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എല്ലാവരും വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആ ടീച്ചർ ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഹീറോ ആണെങ്കിൽ അവന്റെ ഫോണിലേക്ക് നോക്കും. നമ്മുടെ ചെക്കൻ ബുദ്ധിപരമായിട്ട് ഒരുപാട് പോയിന്റ്സ് നേരത്തെ തന്നെ സേവ് ചെയ്തിരുന്നു. അവൻ ഇനിയും 82,235 പോയിന്റ്സ് ബാക്കിയുണ്ട്. ബാക്കിയുള്ളവരാണെങ്കിൽ ആകെ അപ്സെറ്റ് ആയിട്ട് ഇപ്പൊ പരസ്പരം നോക്കും. അവർക്കാണെങ്കിൽ നെക്സ്റ്റ് മന്ത് എക്സ്പെൻസിനായിട്ട് ഒരു പോയിന്റ് പോലും ഇല്ല. അവരങ്ങനെ വിഷമിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.